ഹായ്, വെൽക്കം ടു മൈ ചാനൽ കലവറ. നമ്മളിന്നിവിടെ ഒരു ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു കപ്പ് മൈദ ഒരു ബൗളിലോട്ട് ഇട്ടു. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് അധികം ആകരുത് കേട്ടോ, നമുക്ക് ആ മധുരം ബാലൻസ് ചെയ്യാനുള്ള ഒരു ഉപ്പ് മതി. പിന്നീട് അതിലേക്ക് പഞ്ചസാര പൊടിച്ചത്, നമ്മൾ പഞ്ചസാര എടുത്ത് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അത് നമ്മളെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. മധുരം കൂടുതൽ വേണ്ടിയവർ കൂടുതൽ ചേർക്കുക. ഞാനതിലേക്ക് ഒരു കപ്പ് മൈദയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ, ടീസ്പൂണല്ല ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു മുട്ട, അത് നമ്മൾ കോഴിമുട്ട തന്നെ ആവണം കേട്ടോ. പിന്നീട് അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ചേർക്കേണ്ടത്, അതൊരു ടേസ്റ്റ് കൂടാനാണ്. ഞാനിപ്പോൾ ഈ ഉപയോഗിച്ച ബട്ടർ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ബട്ടറാണ്. അതിൻ്റെ റെസിപ്പി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ നമ്മൾ മൈദ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടിയും ചേർത്ത് മിക്സ് ആക്കുക. അതേപോലെ കുറച്ച് ഈസ്റ്റ്, ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുഴക്കുക. എന്നിട്ട് വെള്ളത്തിൻ്റെ കുറവുണ്ടാകുമ്പോൾ നമ്മളേക്ക് ഇളം ചൂടുവെള്ളം, ചൂട് അധികം ആവരുത്, ഇളം ചൂടുവെള്ളം, ഞാനിതിലേക്ക് ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചിട്ടോ. പാലൊഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടും. എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് നമ്മൾ ഇത് മറ്റൊരു ബൗളെടുത്തിട്ട് അതിൽ ഓയിലോ ബട്ടറോ എന്തെങ്കിലും തടവിയിട്ട് നമ്മൾ ഈ മാവ് കുഴച്ചത് അതിനകത്തോട്ട് വെച്ചങ്ങാണ്ട് കാറ്റ് കിടക്കാതെ അടച്ചു വെക്കുക. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ ഒരു 4 മണിക്കൂറിന് ശേഷമുള്ളത്, ഒരു 4 മണിക്കൂർ ശേഷം ഇതേപോലെ പരത്തിയെടുത്തതാണ്. ഒരുപാട് കട്ടി കുറയും ചെയ്യരുത്, ഒരുപാട് കൂടുകയും ചെയ്യരുത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ ഇട്ടുകൊണ്ട് ഞാനത് പരത്തിയെടുത്തിട്ട്, നമുക്ക് ഡോണറ്റിൻ്റെ കട്ടറൊക്കെ കയ്യിലുള്ളവർക്ക് അത് ഉപയോഗിക്കാം. എൻ്റെ അടുത്ത് ഡോണറ്റിൻ്റെ കട്ടറില്ല. അപ്പോൾ ഞാൻ ഒരു ബോട്ടിലിൻ്റെ അടപ്പെടുത്തിട്ട് ഇതേപോലെ ഒന്നിച്ച് പരത്തി ഇതേപോലെ ചെറുതാക്കി മുറിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ചെറിയൊരു ബോട്ടിലിൻ്റെ അടപ്പും കൂടി എടുത്ത് നമുക്ക് ആ നടുവിലെ ഹോൾ ഉണ്ടാവില്ല ഡോണറ്റിന്, അതിതുപോലെ എല്ലാവർക്കും ശരിക്കും കാണണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതേപോലെ മുറിച്ചെടുത്തിട്ട് മാറ്റുക. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ ആ മുറിച്ച് വെച്ചതൊക്കെ മാറ്റിയിട്ട് വീണ്ടും ബാക്കി കുഴച്ച് ആദ്യത്തേതുപോലെ തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കേണ്ടത് കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ പലഹാരമൊന്നും ഉണ്ടാക്കുമ്പം വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടായിട്ട് നമ്മൾ ഈ മുറിച്ച് വെച്ച ഡോണറ്റ് എണ്ണയിലേക്കിട്ട് വറുത്ത് കോരണം. നമ്മൾ ഡോണറ്റ് പൊങ്ങാൻ വെക്കണ സമയം ഓരോ കാലാവസ്ഥക്കനുസരിച്ചായിരിക്കും കേട്ടോ. ചൂട് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ 1-2 മണിക്കൂർ കൊണ്ടൊക്കെ പൊങ്ങും. ഇപ്പോൾ കുറച്ചൊരു ചില സ്ഥലത്തുകളൊക്കെ മഴ ഉണ്ടായതുകൊണ്ട് കുറച്ചധികം വെക്കേണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മൾ കാലാവസ്ഥക്കനുസരിച്ചാണ് ടൈമിങ് തീരുമാനിക്കുക കേട്ടോ. അപ്പോൾ അതെൻ്റെ ഡോണറ്റൊക്കെ നന്നായി അടിപൊളിയായിട്ട് ഇതാ നല്ല 2 മണിയായിട്ട് എനിക്ക് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 2 സൈഡും മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് നല്ല ബ്രൗൺ കളറാക്കിയിട്ട് കോരി മാറ്റുക. അപ്പോൾ അത് ഫ്രൈ ചെയ്ത എല്ലാ ഡോണറ്റും ഞാൻ ഒരു എണ്ണ വാരാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് വീണ്ടും വെച്ചു. നമ്മൾ ഈ 250 ml ഡോണറ്റിനുള്ള മാവ് എടുക്കുമ്പോൾ നമുക്കൊരു 5-6 ഡോണറ്റാണ് അതും കൊണ്ട് കിട്ടുക കേട്ടോ. ഞാൻ പിന്നീട് വീണ്ടും അതിലേക്ക് കുറച്ചും കൂടി മൈദ വേറെ കുഴച്ച് വെച്ചിരുന്നു, അതുകൊണ്ടാണ് ഇത്ര അധികം കിട്ടിയത് കേട്ടോ. ഇനി ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പിന്നീട് വരുന്ന വീഡിയോയിൽ നമുക്ക് പറയാം. എന്നിട്ട് ഇത് കണ്ടോ, ഉള്ളൊക്കെ നല്ല, ഞാനൊരു ഡോണറ്റ് എടുത്ത് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്, ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു 2-3 ഡോണറ്റ് എടുത്ത് ഞാൻ ആ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ മക്കൾക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്താലേ ഇഷ്ടാവുള്ളൂ, അതുകൊണ്ട് അവർക്ക് മാത്രമുള്ളത്. നമുക്ക് ചോക്ലേറ്റൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാം, നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊരു 3-4 ഞാൻ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കേക്കിലൊക്കെ ചെയ്യുന്ന സ്പ്രിങ്കിൾസ് കുറച്ച് ഇവിടെ കയ്യിലുണ്ട്. നമ്മൾ കേക്ക് പുറത്തേക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സ്പ്രിങ്കിൾസ് കുറച്ച് കയ്യിലുണ്ടായിനി. അപ്പോൾ അതിൽ നിന്ന് ഒരു 3-4 ടൈപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലിട്ട്
അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഡോണറ്റിൻ്റെ വീഡിയോ ഇഷ്ടമായവർ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി എന്നും നമുക്ക് ഓരോ വീഡിയോസ് ഉണ്ടാവും. ഈ വീഡിയോസ് കാണാൻ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം.